ഗുഡ് മോർണിംഗ് ഡിയർ മൈ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ കെമിസ്ട്രി നമ്മൾ പഠിച്ചു തുടങ്ങി. NMMS പരീക്ഷയ്ക്ക്, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊരു ഭാഗമുണ്ട്, SAT. അതിൽ ബേസിക് സയൻസ് ഒരു ഉപവിഷയമാണ്. ആ വിഷയത്തിൽ ബേസിക് സയൻസിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത് കെമിസ്ട്രി. ഇനി നമുക്ക് ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നൊരു ചാപ്റ്റർ ആരംഭിക്കാം. ഫിസിക്സ് തുടങ്ങുന്നത് യൂണിറ്റുകളും അളവുകളും എന്ന ചാപ്റ്ററാകും. എന്താണ് ചാപ്റ്ററിന്റെ പേര്? യൂണിറ്റുകളും അളവുകളും. ഇംഗ്ലീഷ് മീഡിയം പറയും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയും. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. യൂണിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെ കേട്ടിട്ടുണ്ട്? നമ്മൾ ദൂരങ്ങളൊക്കെ പറയുമ്പോൾ യൂണിറ്റ് പറയാറില്ലേ? 75 കിലോമീറ്റർ ദൂരമുണ്ട്, 2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കിലോമീറ്റർ, km എന്ന് നമ്മൾ ചേർത്ത് പറയുന്നതാണ് യൂണിറ്റ്. സംഖ്യ കഴിഞ്ഞ് കൊടുക്കുന്ന ഒരു സൂചകമാണ് യൂണിറ്റ്. ഒരാളുടെ ഹൈറ്റ് 160 സെന്റിമീറ്റർ എന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ 1.5 മീറ്റർ. ആ m എന്ന് പറയുന്നത് അല്ലെങ്കിൽ cm എന്നൊക്കെ നിങ്ങൾ എഴുതുന്നത് എന്താകുന്നു? യൂണിറ്റ് ആകുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കാണും. നോട്ടീസ് ബോർഡിൽ ഒരു പരസ്യം കൊടുത്തിരിക്കുന്നു. NCC വിഭാഗത്തിലേക്ക് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ട യോഗ്യത ചുവടെ കൊടുത്തിരിക്കുന്നു. ഉയരം 1.5 മീറ്റർ, തൂക്കം 48 കിലോഗ്രാം, ഹൈറ്റ് 1.5 മീറ്റർ, 1.5 മീറ്റർ എന്നും, അതുപോലെ വെയിറ്റ് 4H 48 കിലോഗ്രാം എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എനിക്ക് 1.5 മീറ്റർ ഉണ്ടോ, എനിക്കതിൽ ചേരാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ നോക്കില്ലേ? നാം നമ്മുടെ ശരീരത്തിന്റെ ഹൈറ്റ് അളക്കുന്നതിനെടുക്കുന്ന ഏതാണ്? ടേപ്പല്ലേ എടുക്കുന്നത്. അതുപോലെ എനിക്ക് വെയിറ്റ് അറിയണം, നിങ്ങൾക്ക് വെയിറ്റ് അറിയണം. എന്ത് ചെയ്യും? നിങ്ങളുടെ സ്കൂളിൽ തന്നെ ഉണ്ട്, എന്തുണ്ട്? വെയിങ് മെഷീനുണ്ട്. നിങ്ങൾ അതിന് മുകളിൽ കയറി നിന്ന് അതിനകത്ത് റീഡിങ് കാണിക്കും. കണ്ടിട്ടില്ലേ? വൃത്താകൃതിയിലുള്ള ഒരു ഉപകരണത്തിന് മുകളിൽ നമ്മൾ ചവിട്ടിക്കയറി നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വെയിറ്റ് എടുക്കുവാൻ കഴിയും. അതുപോലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കോയിൻ ഇട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വെയിറ്റ് അളക്കാവുന്നതാണ്. അപ്പോൾ ഹൈറ്റും വെയിറ്റും ഒക്കെ അളക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇത്തരം അളവുകൾ എന്തിനാണ് സാർ? ഈ യൂണിറ്റിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ്? ഇപ്പം യൂണിറ്റ് ഇല്ല എന്നുള്ളെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട്, ഉദാഹരണമായി പറഞ്ഞാൽ, ഞാൻ കടയിൽ ചെന്ന് എനിക്ക് അരി ചോദിക്കണം, എണ്ണ ചോദിക്കണം, നിങ്ങൾക്കൊരു തൂക്കം വേണമല്ലോ. അതനുസരിച്ചാണ് അവർ വില നിശ്ചയിക്കുന്നത്. അല്ലാതെ നമ്മൾ ഏകദേശ രൂപം പറയാൻ പറ്റുമോ? അവരുടേതായിട്ടുള്ള ഒരു അളവിൽ തരാൻ പറ്റുമോ? അതെനിക്ക് സ്വീകാര്യമായിരിക്കുമോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വീകാര്യമായിരിക്കുമോ? ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് യൂണിറ്റ് അത്യന്താപേക്ഷിതമാണ്. പണ്ട് കാലത്തുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് വാര, VAR, വാര. അതുപോലെ തന്നെ മറ്റൊന്ന് മുഴം, ഒരു മുഴം. അപ്പോൾ അതുപോലെ തന്നെ ഫൂട്ട്സ്. ഇതൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചു കൊള്ളുന്ന യൂണിറ്റുകളാണ്. ഇതിനൊക്കെ വ്യക്തമായ അളവ് സമ്പ്രദായമില്ല. അതുകൊണ്ടാണ് ഇവയൊക്കെ നമ്മളോട് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കിലോമീറ്റർ, മീറ്റർ തുടങ്ങിയ യൂണിറ്റ് സമ്പ്രദായങ്ങൾ സ്വീകരിച്ചത്. അതിന് നമ്മൾ പറയുന്നത് ഇത്തരം യൂണിറ്റുകൾ ആവിഷ്കരിക്കുന്നതിന് അളവ് സമ്പ്രദായം 2 തരത്തിലാണുള്ളത് പ്രധാനമായി. സിസ്റ്റം ഓഫ് മെഷർമെന്റ്സ് എന്ന് പറയും. സിസ്റ്റം ഓഫ് മെഷർമെന്റ്സ്. സിസ്റ്റം ഓഫ് മെഷർമെന്റ്സ് 2 എണ്ണമാണ്. ഒന്ന് ഇംഗ്ലീഷ് സിസ്റ്റം, മറ്റൊന്ന് മെട്രിക് സിസ്റ്റം അഥവാ ഡെസിമൽ സിസ്റ്റം എന്ന് പറയും. എന്തൊക്കെയാണ്? ഇംഗ്ലീഷ് സിസ്റ്റം, മറ്റൊന്ന് മെട്രിക് സിസ്റ്റം അഥവാ ഡെസിമൽ സിസ്റ്റം. എന്നിങ്ങനെ 2 സിസ്റ്റമാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഡെസിമൽ സിസ്റ്റം എന്നത് ഫ്രാൻസിലാണ് ആവിഷ്കരിച്ചത്. എവിടെയാണ്? ഫ്രാൻസിൽ. അപ്പോൾ ആദ്യകാലം മുതലേ യൂണിറ്റുകളും അളവുകളും അതിനെക്കുറിച്ചുള്ള കൂടുതൽ താല്പര്യരായിരുന്നു. അപ്പോൾ ഫ്രാൻസ് കുറച്ചുകൂടി ഒരു ഡെസിമൽ സിസ്റ്റം തയ്യാറാക്കുകയും അതിന് കുറച്ചുകൂടി ശാസ്ത്രീയ വശമുണ്ടെന്ന് മറ്റ് രാജ്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു കോമൺ സ്റ്റാൻഡേർഡ് സിസ്റ്റം 1960 ആവിഷ്കരിച്ചു ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ. എന്താണ് ഈ കോമൺ? എല്ലാ രാജ്യങ്ങളും പൊതുവെ ഉപയോഗിക്കണം. അതെന്താ കാര്യം? കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ടി വരുമ്പോഴോ,
മറ്റു രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങേണ്ടി വരുമ്പോഴൊക്കെ അതിനൊക്കെ ഒരു നിശ്ചിത അളവ് വേണം. അതനുസരിച്ചാണ് അതിനൊരു മൂല്യം അല്ലെങ്കിൽ വില കൽപ്പിക്കുന്നത്. എങ്കിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, വിനിമയം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇക്കാരണത്താൽ ഇന്റർനാഷണൽ ട്രീറ്റി ഓർഗനൈസേഷൻ, അതായത് അന്തർദേശീയ തലത്തിലൊരു ഏകോപന സമിതി അവർ രൂപീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പിറന്ന യൂണിറ്റ് സിസ്റ്റമാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അന്തർദേശീയ യൂണിറ്റ്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അതിനെ നമ്മൾ ചുരുക്കി അതിനെ ബ്രീഫായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, SI എന്ന് പറയും. എന്നിട്ട് പേര് പറയും SI. ഇത് 11ാമതൊരു കോൺഫറൻസ് വിളിച്ചു കൂട്ടുകയാണ്. ആദ്യത്തെ ഒന്നും ആരും അംഗീകരിച്ചില്ല. പല രാജ്യങ്ങളും വിസമ്മതങ്ങൾ കാണിച്ചിരുന്നു. കുറെ കഴിഞ്ഞ് ഏതാണ്ട് 1960 അത് കഴിഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇവർ എന്ത് ചെയ്തു, ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടി. ആ കോൺഫറൻസ് ഏതാണ്? കോൺഫറൻസ് ജനറൽ ഡെസ്പോയ്സ് യെറ്റ് മെഷേഴ്സ്. ഇത് ഫ്രാൻസുകാർ പറയുന്നതാണ്. അതായത് നമ്മൾ പറയുമ്പോൾ ജനറൽ കോൺഫറൻസ് എന്നാണ്. ഫ്രാൻസ് എങ്ങനെ പറയും? കോൺഫറൻസ് ജനറൽ, പൊതുസമ്മേളനം എന്നേ ഉള്ളൂ. പൊതുവായി എല്ലാവരും കൂടി ഇതെന്നുള്ള തീരുമാനം എടുക്കുന്നതാണ്. കോൺഫറൻസ് ജനറൽ ഡെസ്പോയ്സ്. ഡെസ്പോയ്സ് എന്ന് പറയുമ്പോൾ വെയിറ്റ് എന്നാണ്. യെറ്റ് ഫ്രാൻസുകാർ പറയുന്നത് ആൻഡ് എന്ന വാക്കാണ്. അപ്പോൾ വെയിറ്റ് ആൻഡ് മെഷേഴ്സ് എന്നാണ് ഡെസ്പോയ്സ് യെറ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോൾ അതിന്റെ മീനിങ് മനസ്സിലായല്ലോ. കോൺഫറൻസ് ജനറൽ ഡെസ്പോയ്സ് യെറ്റ് മെഷേഴ്സ്. എന്താണ് അതിന്റെ ചുരുക്കി പറഞ്ഞാൽ CGPM. ചുരുക്കരൂപം എന്താണ്? CGPM. എന്നാൽ ഇത്തരം കോൺഫറൻസിൽ നിന്നും ഓരോ രാജ്യങ്ങൾ അവർ മനസ്സിലാക്കിയെടുക്കുന്ന അത്തരം കാര്യങ്ങൾ ഓരോ രാജ്യത്തിനും അതാത് രാജ്യങ്ങളിലേക്ക് ഇതെന്ത് ചെയ്യും, അവർ കൊണ്ടുപോകും, അവരെല്ലാം ഉപയോഗിക്കും. ഇത്തരത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും എന്ത് ചെയ്യാൻ ഒരു പൊതുവായ യൂണിറ്റ് സമ്പ്രദായം ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു നേട്ടം. നമ്മുടെ രാജ്യത്താണെങ്കിൽ ഇത് നാഷണൽ മെട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ NMI എന്ന് പറയും. എന്റെ പേര് പറയും നാഷണൽ മെട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് NMI. ഇതിന്റെ മേൽനോട്ടത്തിൽ നമുക്ക് മറ്റൊരു സ്ഥാപനമുണ്ട്, നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി അഥവാ NPL. ദില്ലിയിലാണ് അതിന്റെ സ്ഥാനം. ആ സ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഇതിന്റെ ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെന്റ്സ്. ഇത് എന്ത് മെയിൻറ്റെയിൻ ചെയ്യും? മെഷർമെന്റ്, സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെന്റ്സ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഉദാഹരണം പെട്രോൾ പമ്പ്, തുണിക്കട, സ്വർണ്ണക്കട തുടങ്ങിയ കടകളിലൊക്കെ ഇവർക്ക് കയറി ഇൻസ്പെക്ഷൻ നടത്താം. അപ്പൊ അവരുപയോഗിക്കുന്ന മെഷർമെന്റ് ഉപകരണങ്ങളിൽ, അളക്കുന്ന ഉപകരണങ്ങളിൽ എന്തെങ്കിലും കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ അവരെന്ത് ചെയ്യാം? നിയമപരമായ നടപടികൾ കൈക്കൊണ്ടുകൊണ്ട് അവർക്ക് ശിക്ഷാ നടപടികൾ കൊടുക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾ 10th ക്ലാസ് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി ഒക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു BTech കോഴ്സോ അല്ലെങ്കിൽ BSc ഫിസിക്സ്, MSc ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങൾ ഓപ്ഷൻ മെയിൻ ആയിട്ട് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ മെയിൻ സബ്ജക്റ്റുകൾ ആയി പഠിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇത്തരം കോഴ്സുകളെ കുറിച്ചുള്ള അതിൻ്റെ വേക്കൻസികൾ ഗവൺമെന്റ് വിളിക്കും. അപ്പോൾ ഒന്നുകിൽ BTech അല്ലെങ്കിൽ BSc കോഴ്സുകൾ കഴിഞ്ഞു പോകുന്ന MSc കോഴ്സുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച കുട്ടികൾക്കായിട്ട് ഈ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന മത്സര പരീക്ഷകൾ എഴുതി നിങ്ങൾക്ക് എന്താകാം? ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ കമ്മീഷണറോ ഒക്കെ ആകാൻ കഴിയും. അപ്പൊ ഇത്തരം സെക്ഷനാണ് നമ്മുടെ ഇന്ത്യയിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്നതാണ് ഇത് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി NPL എന്ന് പറയും, ന്യൂഡൽഹി എന്ന് പറയും. അപ്പൊ നമ്മുടെ മെയിൻ കൺട്രോൾ ആയതാണ് നാഷണൽ മെട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് NMI. അപ്പൊ സ്കോളർഷിപ്പ് പരീക്ഷ ചോദിക്കാം, NMIയുടെ പൂർണ്ണ രൂപം എന്തെന്ന് പറയും? നാഷണൽ മെട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ രണ്ടാമത്തത് എന്താണ് NPL? NPLന്റെ പൂർണ്ണ രൂപം താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായവ ഏത്? നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി. അല്ലെങ്കിൽ അവർക്ക് ഇതിനെ ചോദിക്കാമല്ലോ, നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയുടെ ആസ്ഥാനം എവിടെ? കൊൽക്കത്ത, മുംബൈ, ദില്ലി, ബാംഗ്ലൂർ. അതിനവർ ഓപ്ഷൻ കൊടുക്കും. ഏതായിരിക്കാം ശരി? ന്യൂഡൽഹി.
അപ്പോൾ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എന്താ ചെയ്യുക? മെയിൻറ്റെയിൻസ് സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെന്റ്സ്. ഇത്രയും നമുക്ക് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ നമുക്ക് ഈ യൂണിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ അളവ് സമ്പ്രദായത്തിന്റെ പ്രത്യേകത ഒന്നും ഞാൻ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തി തരാം. പല കുട്ടികൾ ഒരു ടേബിളിന്റെ ഒരു വശത്തിന്റെ നീളം അളക്കാൻ ഞാൻ കുട്ടികൾക്ക് നിർദ്ദേശം നൽകി. ഐ ഇൻസ്ട്രക്ട് സ്റ്റുഡൻസ് ടു മെഷർ ദ ലെങ്ത് ഓഫ് ദി ടേബിൾ, എഡ്ജ്. ആ ടേബിളിന്റെ എഡ്ജ് ഒന്ന് മെഷർ ചെയ്യാൻ ഞാൻ കുട്ടികളോട് നിർദ്ദേശം കൊടുത്തു. അതും പെൻസിൽ ഉപയോഗിച്ചു. ഓരോ കുട്ടികളും അളന്നുകൊണ്ടുവന്ന സംഖ്യ പലതാണ്. ഒരു കുട്ടി പറഞ്ഞു, ഞാൻ 10 പ്രാവശ്യം ഈ പെൻസിൽ പിടിച്ചപ്പോൾ ടേബിളിന്റെ നീളം കിട്ടി 10 പെൻസിലുകൾ. അടുത്ത കുട്ടി പറയുന്നു 16 പെൻസിലുകൾ. മറ്റൊരു കുട്ടി പറയുന്നു 20 പെൻസിലുകൾ. അപ്പൊ കുട്ടികളൊക്കെ ഇതിന് പല അഭിപ്രായം പറഞ്ഞാൽ ആ ടേബിൾ അതുപോലെ ഇരിക്കുകയല്ലേ. ടേബിളിന്റെ എഡ്ജിന്, വശത്തിന്, സൈഡിന് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. അതിന്റെ നീളം സ്ഥിരമാണ്. പക്ഷെ നമ്മൾ അളന്നെത്തിയ ഉത്തരങ്ങൾ പലതാണ്. ഇത് സ്വീകാര്യമാണോ? അല്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? നിങ്ങളുടെ കയ്യിലുള്ള പെൻസിലിന്റെ നീളം പലരുടെ കയ്യിൽ പലതാണ്. ഒരു കുട്ടി എഴുതിയിരുന്ന പെൻസിലായിരിക്കും, മറ്റൊരു കുട്ടി പുതിയ പെൻസിലായിരിക്കും, വേറൊരു കുട്ടി ഉപയോഗിക്കുന്ന പെൻസിലിന് അല്പം നീളം കൂടുതലുള്ളതായിരിക്കും. ഇങ്ങനെ ഓരോ കുട്ടികൾ ഉപയോഗിക്കുന്ന പെൻസിലിന്റെ നീളത്തിൽ വ്യത്യാസമെങ്കിൽ നമുക്ക് എങ്ങനെ ആ പെൻസിലുകൾ കൊണ്ട് ഈ ടേബിളിന്റെ ഒരു വശത്തിന്റെ നീളം ശരിയായി അളക്കാൻ കഴിയും? അപ്പോൾ അത് ശരിയായ അളവ് സമ്പ്രദായമാണോ? അല്ല. അപ്പോൾ അളക്കുന്നതിന് ശരിയായ ഒരു വിധം വേണം. നാം അതിന് ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ ഏത്? സ്കെയിൽ എന്ന് പറയും. എന്ത് പറയും? സ്കെയിൽ. നീളം അത് ഏതൊന്നിനും അളക്കുന്നതിന് ലോകത്തെങ്ങും എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ടൊരു തോതുണ്ട്. നീളത്തിന് അടിസ്ഥാനപരമായിട്ടൊരു തോതുണ്ട്. അത് ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ബ്രിട്ടനിലായാലും ചൈനയിലായാലും പാകിസ്ഥാൻ എവിടെയാണെങ്കിലും ഇവിടെ ഉപയോഗിക്കുന്ന അതേ അടിസ്ഥാന തോത് തന്നെയാണ് ലോകത്തെവിടെ ഉപയോഗിക്കുന്നത്. ഈ നീളത്തിന്റെ അടിസ്ഥാന തോതിന് പറയുന്ന പേരാണ് ദ ബേസിക് ക്വാണ്ടിറ്റി, ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. അതിന് അടിസ്ഥാനപരമായിട്ട് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ട് എടുക്കുന്ന എന്തൊന്നാണോ, ആ ലെങ്തിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് ഏറ്റവും അടിസ്ഥാനപരമായി എടുക്കുന്ന എന്തൊന്നാണോ അതിന് പറയുന്ന പേരാണ് ഇത് യൂണിറ്റ് എന്ന് പറയും. എന്നാൽ യൂണിറ്റിന് നമ്മൾ കൊടുക്കുമ്പോൾ നീളം എന്നത്, ലെങ്ത് എന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അനുസരിച്ച് എവിടെയോ കേട്ട പോലെ അല്ലേ, ഇവിടെ തന്നെ ഉണ്ട്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് സമ്പ്രദായം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് SI യൂണിറ്റ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ലെങ്ത് അതിന്റെ യൂണിറ്റ് മീറ്റർ എന്നാകും. എന്താകുന്നു? മീറ്റർ. M എന്ന് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇതിനെ റെപ്രസെന്റ് ചെയ്യാം M. സ്മാൾ ലെറ്റർ M കൊണ്ടാണ്. അപ്പോൾ നീളത്തിന്റെ SI യൂണിറ്റ് ഏത് എന്ന് ചോദിച്ചാൽ എന്താകുന്നു? The SI unit of length is meter. എന്താകുന്നു? മീറ്റർ. METRE. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മാൾ ലെറ്റർ M ആകും. എന്താകുന്നു? സ്മാൾ ലെറ്റർ. ഇനി METER എന്ന മീറ്റർ വന്നാൽ അതൊരു ഉപകരണത്തിന്റെ പേരാകും. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, ഗാൽവനോമീറ്റർ, പൊട്ടൻഷ്യോമീറ്റർ, സ്ഫിഗ്മോമാനോമീറ്റർ. നിങ്ങൾ ഇനി ഉയർന്ന ക്ലാസ്സിലേക്ക് വരും. അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസം കണക്കാക്കാൻ, നമ്മുടെ ബ്ലഡ് പ്രഷർ ഒക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ 10th ക്ലാസ് കഴിഞ്ഞ് മുകളിലേക്ക് പഠിച്ചു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അവിടെയൊക്കെ മീറ്റർ എന്ന് പറയും. നമ്മുടെ മീറ്റർ ഉപയോഗിക്കുന്നതും കറണ്ട് അളക്കുന്നതും മീറ്റർ എന്നല്ലേ പറയും. ഇത് METRE മതി, അതിന്റെ ചുരുക്കെഴുത്താണ് M. മറ്റേ എന്ത് വരും? METER, മീറ്റർ. അത് ഉപകരണത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇത് നീളത്തിന്റെ SI യൂണിറ്റിനെ പ്രതിനിധാനം ചെയ്യുന്നു. സ്മാൾ ലെറ്റർ M എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്മാൾ ലെറ്റർ M കൊണ്ടാകുന്നു. അപ്പോൾ നീളത്തിന്റെ SI യൂണിറ്റ് ഏത്? A അല്ലെങ്കിൽ 1 കിലോമീറ്റർ, B സെന്റിമീറ്റർ, അതുപോലെ അടുത്ത് കൊടുക്കുന്നു മീറ്റർ, ഡെക്കാമീറ്റർ. നിങ്ങൾക്ക് എഴുതാം മീറ്റർ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നീളത്തിന്റെ SI യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നീളം അളക്കുന്നത് ഒരു സ്കെയിൽ ഉപയോഗിക്കുന്നതിനുള്ള നിയമങ്ങൾ എങ്ങനെയാണത് നമ്മൾ നീളം കണക്കാക്കാനായിട്ട് എടുക്കേണ്ടത് നോക്കാം. ഞാൻ സ്കെയിലിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഈ
സ്ട്രെയിറ്റ് ലൈനിൽ നിങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള രേഖകൾ, സ്മോൾ ആൻഡ് ലാർജ് ലൈൻസ് കണ്ടിട്ടുണ്ട്. ആദ്യത്തേത് നമ്മൾ 0 എന്ന് കൊടുക്കുന്നു, അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞ് ചെറിയ വരകൾ നിങ്ങൾക്ക് കാണാം, ഒരു 4 ചെറിയ വരകൾ കാണാം. ഞാൻ കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് കൊടുക്കാം. 1 2 3 4. പിന്നീട് ഒരു കുറച്ച് നീളം കൂടിയ ഒരു വരകൾ കാണാം. അപ്പൊ ഇത് 0 ആണെങ്കിൽ ആ വലിയ വരയിൽ വന്നെത്തുമ്പോൾ 1 എന്നായി തീർന്നു. ഇവിടെ എടുക്കുമ്പോൾ 0.5. വീണ്ടും 4 വരകൾ കൂടി കൊടുക്കണം. 1 2 3 4. അടുത്തതിലാണ് ഇത് കൊടുക്കേണ്ടത്, 1 കൊടുക്കേണ്ടത്. ഈ ചെറിയ വരകൾ എത്രണ്ണമുണ്ട്? 1 2 3 4. അടുത്തതിന് 1 2 3 4. ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. ഇത് ഒന്നാമത്തെ ഗ്യാപ്പ് ആകുന്നു, കാണുന്നുണ്ടല്ലോ. ഇത് 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 ചെറിയ ഗ്യാപ്പുകളാണ് ഇതിൽ കാണുന്നത്. 0 മുതൽ 1 വരെയുള്ള ദൂരത്തിനിടയിൽ. ഇത് സെന്റിമീറ്റർ സ്കെയിൽ എന്ന് നമുക്ക് ഇതിനെ കൊടുക്കാം. എന്ന് കൊടുക്കാം, സെന്റിമീറ്റർ സ്കെയിൽ. അതായത് സെന്റിമീറ്റർ നമ്മൾ കണക്കാക്കുന്നു. CM. സിമ്പിൾ എന്താണ്? CM. ഈ ചെറിയ ഗ്യാപ്പിന് ഞാനൊരു പേര് കൊടുക്കുന്നു. ഇത്രയും ദൂരത്തിന് മില്ലിമീറ്റർ എന്ന് കൊടുക്കുന്നു. മില്ലിമീറ്റർ. MM എന്ന് കൊടുക്കുന്നു. അപ്പോൾ 0 മുതൽ 1 വരെ അങ്കനം ചെയ്തിട്ടുള്ള ആ സംഖ്യകൾക്കിടയിലുള്ള ഗ്യാപ്പുകളുടെ എണ്ണം ചോദിച്ചാൽ there are 10 gaps. ഓരോ ഗ്യാപ്പിന്റെ നീളങ്ങൾ തുല്യമാണ്. ഈ ഗ്യാപ്പ് 1 മില്ലിമീറ്റർ ആകുന്നു. അപ്പൊ നമുക്ക് മൊത്തം ഒന്ന് എണ്ണിയൊക്കെ എത്ര മില്ലിമീറ്റർ ഉണ്ടെന്ന്. 1 മില്ലിമീറ്റർ. അടുത്ത 1 കൂടെ കൂട്ടുമ്പോൾ 2 3 4 5 6 7 8 9 10. There are 10 millimeter. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 10 millimeter is equal to 1 centimeter. ഒരു സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നീളത്തെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയും. എന്ത് പറയും? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയും. നമ്മുടെ നോട്ട് ബുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ഇല്ല, കാരണം 8th ക്ലാസ് ആണ്. ഇത് നിങ്ങൾ ഹയർ സെക്കൻഡറി പോകുമ്പോൾ സ്ക്രൂ ഗേജ്, വെർനിയർ കാലിപ്പേഴ്സ് തുടങ്ങിയ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിക്കേണ്ടി വരുമ്പോഴാണ് ഈ ലീസ്റ്റ് കൗണ്ടൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. എങ്കിലും നിങ്ങളുടെ പുസ്തകത്തിൽ അവർ അതിന് പകരമായ ഒരു ടേം ഉപയോഗിച്ചിട്ടുണ്ട്. സ്കെയിൽ ഉപയോഗിച്ച് നിർണ്ണയിക്കാൻ കഴിയാവുന്ന ഏറ്റവും ചെറിയ ദൂരം എത്രയാണെന്ന് വെച്ചാൽ 1 മില്ലിമീറ്റർ ആണ്. ആ 1 മില്ലിമീറ്ററിനെ നമ്മൾ ആ സ്കെയിലിന്റെ എന്ത് പറയും? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയും. ഇങ്ങേ അറ്റം അളക്കാൻ കഴിയുന്നത്. അങ്ങേയറ്റമല്ല, ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങേയറ്റം. കൗണ്ട് നിർണ്ണയിക്കാൻ കഴിയുന്നത്, എണ്ണാൻ കഴിയുന്നത്, അളക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഈസ് ദ ലീസ്റ്റ് വാല്യൂ വിച്ച് വി ക്യാൻ മെഷർ. ഏറ്റവും ചെറിയ സംഖ്യ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മെഷർ ചെയ്യാൻ കഴിയും. അപ്പൊ ലീസ്റ്റ് കൗണ്ട് ഓഫ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ സ്കെയിൽ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് യുവർ സ്കെയിൽ, യുവർ മെഷറിംഗ് സ്കെയിൽ ചോദിക്കുകയാണെങ്കിൽ 1 മില്ലിമീറ്റർ ആകുന്നു. അങ്ങനെ 10 മില്ലിമീറ്റർ ചേർന്നാൽ എന്തായി തീരും? 1 സെന്റിമീറ്റർ ആയി മാറും. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ നീളം അളക്കുമ്പോൾ ഇവിടെ നിലയ്ക്ക് വന്നു, ഇത് 2 സെന്റിമീറ്റർ ആയി. അളക്കുമ്പോൾ നമ്മൾ 0 മുതൽ കൗണ്ട് ചെയ്ത് പോകണം. ഇപ്പൊ എനിക്ക് 3 സെന്റിമീറ്റർ ആണ് അളക്കേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 1 തൊട്ടല്ല പിടിക്കേണ്ട സ്കെയിലിനെ. ആ ഒബ്ജക്റ്റിന്റെ ഉദാഹരണമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിന് 3 സെന്റിമീറ്റർ അളക്കണം. ഒരു പേപ്പറിന്റെ നീളമായിക്കോട്ടെ. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടം വെച്ച് പേപ്പർ പിടിക്കരുത്. വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ഫസ്റ്റ്. 0 റീഡിംഗ് തൊട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പേപ്പർ പിടിച്ചുകൊണ്ട് വേണം നീളം അളക്കാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 0 തൊട്ട് ഇവിടം വരെ വന്നാലേ 1 സെന്റിമീറ്റർ ആകും. ഈ 1 സെന്റിമീറ്റർ കൂടി ചേരണ്ടേ? 1 തൊട്ടാകുമ്പോൾ 1 സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഇത് 1 എന്ന് പറയണമെങ്കിൽ ഈ 1ൽ എത്തണമെങ്കിൽ 10 മില്ലിമീറ്റർ പുറകോട്ട് പോകണം. അതായത് 0 ടു മൂവ് ചെയ്ത് 1 വന്നാലേ 1 സെന്റിമീറ്റർ ആകും. ഇതിപ്പോൾ 1 സെന്റിമീറ്റർ. ഇതടുത്തത് അടുത്ത 1 സെന്റിമീറ്റർ, അടുത്ത 1 സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ സ്കെയിൽ എവിടെ നിന്ന് പിടിക്കണം? ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് പിടിക്കണം. അടുത്തത് നമ്മുടെ ആംഗിൾ ഒബ്സർവ് ചെയ്യുന്നത്. സൈഡ് ചരിച്ചു വെച്ച് നിന്ന് സ്കെയിൽ പിടിച്ച് വരയ്ക്കരുത്, മെഷർമെന്റ് തെറ്റും.
നമ്മുടെ ആംഗിൾ ഓഫ് ഒബ്സർവേഷൻ സ്ട്രെയിറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനിടയ്ക്കുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ, ഇത്തരത്തിലുള്ള ചെറിയ രേഖകൾ, അതിന്റെ ഡീവിയേഷൻ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ആംഗിൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ രേഖ നമ്മുടെ ഒബ്സർവേഷൻ അത് നമ്മുടെ കണ്ണിൽ പെടുകയില്ല. തൽഫലമായി എറർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, തെറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ മറ്റൊന്ന് നമുക്ക് നോക്കാം. സാർ, ഒരു കുട്ടി ഡൗട്ട് ചോദിക്കുന്നു, സാർ എന്റെ കയ്യിൽ വളഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന ഒരു ലൈനാണ്, എനിക്ക് അതിന്റെ നീളം എങ്ങനെ നടക്കണം? ഒരു കുട്ടിയുടെ ഇരിക്കുന്ന ത്രെഡ്, ആ കുട്ടി ത്രെഡ് അല്ലെങ്കിൽ ഒരു വര ഇങ്ങനെ വരച്ചിട്ടു. അപ്പൊ സ്ട്രെയിറ്റ് ആവുമ്പോൾ സാർ പറഞ്ഞ മനസ്സിലായി, സ്കെയിൽ പിടിച്ച് നമുക്ക് അളവെടുക്കാം. ഓക്കെ, വി ഗോട്ട് ദി ഐഡിയ. സർ, ഹൗ ക്യാൻ വി ഡ്രാ or how can we measure the length of curved lines? ഇതൊരു curved lines അല്ലേ? ഇത്തരം curved ലൈൻസിന്റെ മെഷർമെന്റ് എടുക്കുന്നതിന് ത്രെഡ് എടുക്കുക. നമ്മുടെ ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡ് ഈ ലൈന് മുകളിലായിട്ട് അതേ ചേർത്ത് തന്നെ പിടിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇനിഷ്യൽ പോയിന്റ് പി എന്നിരിക്കട്ടെ, ഫൈനൽ പോയിന്റ് ക്യൂ എന്നിരിക്കട്ടെ, ഞാൻ ത്രെഡ് എടുത്തു, ത്രെഡ് പി എന്ന പോയിന്റിൽ വെച്ചു. അവിടെ നിന്ന് എക്സ്റ്റെൻഡിൽ പിടിച്ച് ഞാൻ എന്ത് ചെയ്തു, ക്യൂവിൽ കൊണ്ടുവന്ന് വെച്ചു. പി മുതൽ ക്യൂ വരെയുള്ള നീളം ഈ കർവ് ലൈനിൽ ത്രെഡ് വെച്ച ശേഷം റിമൂവ് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാവുന്നതാണ്. സോ ഇൻ ദിസ് വേ വി ക്യാൻ മെഷർ ദ ലെങ്ത് ഓഫ് ദ കർവ് ലൈൻ. സർ, ഹൗ ക്യാൻ വി മെഷർ ദ ഡയമീറ്റർ ഓഫ് എ ബാൾ? ഒരു ബാളിന്റെ, ക്രിക്കറ്റ് ബാൾ ആയിക്കോട്ടെ, ഒരു ക്രിക്കറ്റ് ബാളിന്റെ ഡയമീറ്റർ എനിക്കൊന്ന് മെഷർ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യും സാർ? രണ്ട് തടിക്കട്ടകൾ എടുക്കുക. വുഡൻ ബ്ലോക്ക്, വുഡൻ ബ്ലോക്ക് നിങ്ങൾക്ക് അറിയാമോ? വുഡൻ ബ്ലോക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട് അല്ലേ? രണ്ട് വുഡൻ ബ്ലോക്ക് കൊണ്ട് എടുക്കുക. ഇതൊന്ന്, ഇതൊരു വുഡൻ ബ്ലോക്ക്. അതുപോലെ അടുത്തൊരു വുഡൻ ബ്ലോക്ക് എടുത്തു. ആ രണ്ട് വുഡൻ ബ്ലോക്കുകൾക്കിടയിൽ ഞാൻ ഈ ബാളം വെച്ചു. ഇവിടെയാണ് ഈ രണ്ട് തടിക്കട്ടകൾക്കിടയിലായിട്ട് ഞാൻ എന്ത് വെച്ചു? ഈ ബാൾ വെച്ചു. ബാൾ വെച്ചിട്ട് ഞാൻ ഈ തടിക്കട്ടകൾക്കിടയിലുള്ള ദൂരമാണ് അല്ലേ, ആ ദൂരവും ബാളിന്റെ ഡയമീറ്ററും ഒന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ 6 സെന്റിമീറ്റർ. അപ്പോൾ നിങ്ങളുടെ ബാളിന്റെ ഡയമീറ്റർ 6 സെന്റിമീറ്റർ എന്നർത്ഥം. ഇത്തരത്തിൽ സ്ഫെറിക്കൽ ഒബ്ജക്ട്സിന്റെ, ഗോളാകൃതിയുള്ള വസ്തുക്കളുടെ ഡയമീറ്റർ കണക്കാക്കാൻ നമ്മൾ എന്തെടുത്തു? രണ്ട് തടിക്കട്ടകൾ എടുത്തു. ആ തടിക്കട്ടകൾക്കിടയിൽ ഈ സ്ഫെറിക്കൽ ബാൾ കെറ്റ് ചെയ്തു. എന്നിട്ട് തടിക്കട്ടകൾക്കിടയിലുള്ള ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഞാൻ മെഷർ ചെയ്തു. ആ ഡിഫറൻസ് ആകുന്നു, ആ വ്യത്യാസം ആകുന്നു ബാളിന്റെ ഡയമീറ്റർ. അപ്പോൾ നമുക്കത് മനസ്സിലായി. ഇനി മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ എന്നിങ്ങനെ 3 റിലേഷൻ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നോക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ആ റിലേഷൻസ്? നമുക്കൊന്ന് എഴുതിയിടാം. 10 മില്ലിമീറ്റർ ചേരുമ്പോൾ 10 millimeter is equal to 1 centimeter. Have you got? 10 millimeter is equal to 1 centimeter. അപ്പോൾ എനിക്ക് 1 millimeter എത്രയായിരിക്കും? 1 millimeter is equal to 1/10 centimeter ആണ്. ഇതാണ് 1/10 centimeter. അത് എന്താണെന്ന് ചോദിച്ചാൽ 10 മാങ്ങകളുടെ വില 1 രൂപ സപ്പോസ് എങ്കിൽ ഒരു മാങ്ങയുടെ വില 1/10 ആയിരിക്കും. 10 mangoes price 1 rupee. Suppose price of 10 mangoes, let it be 1 rupee. How can we find out the price of a mango? A mango price is equal to 1/10. ഈ 1/10 നമ്മൾ കുറച്ചുകൂടി മാറ്റി എഴുതുമ്പോൾ 10⁻1 എന്നാണ് ഇതിന്റെ എക്സ്പോണന്റ് അഥവാ ഇൻഡെക്സ് അല്ലെങ്കിൽ പവർ എന്നൊക്കെ പറയും. മലയാളം മീഡിയം പറയും കൃതി അല്ലെങ്കിൽ കൃത്യംഗം എന്ന് പറയും. ഈ 10⁻1 ഞാൻ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് കൊണ്ടുവരാം. 1/10⁻1 എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ 10⁻⁻1 എന്ന് എഴുതാം. ഇതിന്റെ അർത്ഥം അതായത് 1നെ 10 തവണ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 0.1 സെന്റിമീറ്റർ, അതായത് സമം 10⁻⁻1 സെന്റിമീറ്റർ ആവും. അപ്പോൾ നമുക്ക് പരീക്ഷയിൽ ചോദിക്കാം 10⁻⁻1 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്റർ? How many millimeters are there in
10 raised to minus 1 centimeter. 1 millimeter. Once more I will say 10 millimeter is equal to 1 centimeter. Then we can say 1 millimeter is equal to 1 by 10 raised to 1. ഇവിടെ 1 ഉണ്ട്, 1 ഇട്ടാലും ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇട്ടില്ലെങ്കിലും അത് 1 ഉണ്ടെന്നാണ് അർത്ഥം. അത്രയും എന്താകുന്നു സെന്റിമീറ്റർ. 1 എന്നതിനെ 10 പ്രാവശ്യം ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 0.1 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഈ 10 raised to 1 നമുക്ക് കുറച്ചുകൂടി ഒന്ന് സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയും. അത് നമ്മൾ അങ്ങനെ സയന്റിഫിക് ഫോമിൽ മാറ്റി എഴുതുമ്പോൾ 10 raised to minus 1 എന്ന് വരും. എത്ര വരും? 10 raised to minus 1. ഇതുപോലെ അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. 1 meter is equal to 100 centimeter. ഒരു മീറ്ററിൽ 100 സെന്റിമീറ്റർ കാണും. അപ്പൊ ഒരു മീറ്ററിൽ 100 സെന്റിമീറ്റർ ഉണ്ട്. ഒരു സെന്റിമീറ്ററിൽ എത്ര മില്ലിമീറ്റർ ഉണ്ട്? 10 മില്ലിമീറ്റർ ഉണ്ട്. എങ്കിൽ 100 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണ്? 100 into 10,000 millimeter. Are you getting clearly? അതായത് 10 മില്ലിമീറ്റർ ചെയ്യുന്നതാണ് ഒരു സെന്റിമീറ്റർ. ഒരു മീറ്റർ 100 എണ്ണം ചെയ്യുന്നതാണ്. ഒരു സെന്റിമീറ്ററിൽ 10 മില്ലിമീറ്റർ ഉണ്ടെങ്കിൽ 100 സെന്റിമീറ്റർ എത്രയായിരിക്കും? 100 ഗുണം 10 1000 മില്ലിമീറ്റർ. ഇനി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. 100 centimeter is equal to 1 meter. എങ്കിൽ 1 centimeter is equal to 1 by 100. അത്രയും എന്താണ്? മീറ്റർ. 100 മാങ്ങകളുടെ വില 1 രൂപ എങ്കിൽ 1 മാങ്ങയുടെ വില 1 by 100 എന്ന് പറഞ്ഞൂടെ? 1 രൂപ ഭാഗം എണ്ണം. 1 rupee divided by number of mangoes. 1 by 100 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 0.01 എന്ന് എഴുതാം. ഒന്നിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിനെ വീണ്ടും മറ്റൊരു ഫോമിൽ എഴുതാം. 1 by 10 raised to 2 എന്ന് കൊടുത്തൂടെ? 10 into 10 എത്രയാണ്? 100. അപ്പോൾ 100 പകരം എഴുതാം 10 raised to 2. ആ 10 raised to 2 ഇനി മുകളിലേക്ക് കൊണ്ടുവന്നേ. 10 raised to minus 2 meter. How many centimeters are there in 10 raised to minus 2 meter? സ്കോളർഷിപ്പ് എക്സാമിനാകുമ്പോൾ അവരെന്ത് ചെയ്യും? ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കും. കറക്റ്റ് തിരിച്ചു ചോദിക്കും. ഡയറക്റ്റ് ആകുമ്പോഴേക്കും ആ ഉത്തരം ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട്. നിങ്ങളുടെ സ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ സ്കിൽ ഉള്ളവരാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് റിലേഷൻ പഠിക്കാം. There are 10 millimeters in 1 centimeter. That means 10 millimeter is equal to 1 centimeter. If so, 1 millimeter is equal to 1 by 10 raised to 1 centimeter. 1 millimeter, how many? 1 by 10. Because 10 മാങ്ങയുടെ വിലയാണ് 1 സെന്റിമീറ്റർ എങ്കിൽ ഒരു മാങ്ങയുടെ വില 1 by 10. കാരണം rupees divided by number of mangoes. That is, ഒന്നിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന എത്രയാണെന്ന് അറിയാം? 0.1 സെന്റിമീറ്റർ. ഈ 0.1 അഥവാ ഈ 1 by 10നെ നമ്മൾ കുറച്ചുകൂടി മാറ്റി എഴുതുന്നു. എങ്ങനെ മാറ്റി എഴുതാം? 10 raised to 1നെ മുകളിൽ കൊണ്ടുവരുമ്പോൾ എന്തായി തീരും? അതിന്റെ റെസിപ്രോക്കൽ, അതായത് 1 ആണെങ്കിൽ നമ്മൾ അതിന്റെ നെഗറ്റീവ് നമ്പർ, അതിന്റെ ഓപ്പോസിറ്റ്. അതായത് 1 ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? -1 എന്ന് കൊടുക്കും. 10 raised to -1 സെന്റിമീറ്റർ. അതായത് 1 by 10ന്റെ റെസിപ്രോക്കൽ വാല്യൂ 10 raised to -1. 10 raised to -1ന്റെ റെസിപ്രോക്കൽ രൂപത്തിൽ 1 by 10. അപ്പോൾ 1 by 10 മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ രണ്ടും എന്താണ്? ഈക്വൽ ആണ്. 10ന്റെ റെസിപ്രോക്കൽ 1 by 10, 1 by 10ന്റെ റെസിപ്രോക്കൽ 10. എന്നാൽ 1 by 10ന്റെ വാല്യൂ 0.1 സെന്റിമീറ്റർ. അടുത്തത് 10 raised to -1. റെസിപ്രോക്കൽ എന്നത് വിൽക്രമം എന്നാണ് മലയാളം മീഡിയം കുട്ടികൾ പറയുന്നത്. 10ന്റെ വിൽക്രമ സംഖ്യ ഏത്? 10 4ന്റെ വിൽക്രമ സംഖ്യ ഏത്? 4 100ന്റെ വിൽക്രമ സംഖ്യ ഏത്? 100. Therefore, here we can say 1 by 10 raised to 1 is equal to 0.1. അതായത് 10 raised to -1. Similarly, we can employ the same method to here. That is, 1 meter is equal to 100 centimeter. അതായത് 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. ഇനി 1 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ഉണ്ട്? 10 മില്ലിമീറ്റർ ഉണ്ട്. അപ്പോൾ 100 സെന്റിമീറ്റർ 100 into 10 is equal to 1000 millimeter. അതായത് 1000 millimeter ആണ് 1 മീറ്റർ. How many millimeters are there in 1 meter? 1000 millimeter. ഇനി 100 centimeter is equal to 1 meter എന്ന് പറഞ്ഞൂടെ? Both are same. 1 meter is equal to 100 centimeter. തിരിച്ചു പറഞ്ഞാലും അത് തന്നെയല്ലേ?
4 plus 3 is 7. 7 is equal to 4 plus 3. Similarly, we can say 1 meter is equal to 100 centimeter. 100 centimeter is equal to 1 meter. എങ്കിൽ 1 centimeter എന്തായിരിക്കും? 1 by 100 meter. 1 by 100 meter എന്ന് പറയുമ്പോൾ 0.01 meter. അതെങ്ങനെ വന്നു? ഒന്നിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി 100 എന്നുള്ളതിന് നമുക്ക് എക്സ്പോണൻഷ്യൽ ടേമിലേക്ക് ഇൻഡെക്സ് അല്ലെങ്കിൽ പവർ ഉപയോഗിച്ച് എഴുതുമ്പോൾ 100 എന്നത് 10 ഗുണം 10 അല്ലേ? 10 into 10 100 അല്ലേ? എങ്കിൽ നമുക്ക് എഴുതാം 1 by 10 raised to 2 എന്ന് കൊടുക്കാം. 1 by 10 raised to 2 ന്റെ മീനിങ് എന്താകുന്നു? 10 raised to minus 2 എന്നാകുന്നു. ഇതെന്നാകുന്നു 10 raised to minus 2. അടുത്തത് ഇതിന്റെ കുറച്ചുകൂടി ഒരു വലിയ യൂണിറ്റ് എടുക്കുകയാണ്. ആ യൂണിറ്റ് എന്ന് വെച്ചാൽ കിലോമീറ്റർ. നമ്മൾ ദൂരങ്ങളെല്ലാം കിലോമീറ്ററിലേ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിനടുത്തുള്ള 2 പ്രദേശങ്ങൾ 2 സ്ഥലങ്ങൾ തമ്മിൽ ദൂരം പറയുമ്പോൾ സെന്റിമീറ്റർ പറയുന്നു. അപ്പൊ അത് വലിയ സംഖ്യ പറയേണ്ടി വരും. മില്ലിമീറ്റർ പറയുന്നു, അതിലും വലിയ സംഖ്യ പറയേണ്ടി വരും. അപ്പൊ ഏറ്റവും ചെറിയ നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ദൂരം മില്ലിമീറ്റർ, കുറച്ചുകൂടി വലുത് സെന്റിമീറ്റർ, അത് കഴിഞ്ഞ് മീറ്റർ. ഇനി നമ്മൾ കുറച്ച് വലുതായിട്ടുള്ളതാണ് ഏത്? കിലോമീറ്റർ. 1 kilometer is equal to 1000 meter. 1000 meter എത്ര സെന്റിമീറ്റർ ഉണ്ടാകും? 1 മീറ്ററിൽ 100 സെന്റിമീറ്റർ എങ്കിൽ 1000 മീറ്റർ നോക്കാം. 1000 into 100. അപ്പൊ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 1 into 1 1. 1 2 3 4 5 5 0 ചേർത്ത് കൊടുത്തു. ഇത്രയും എന്താകുന്നു? സെന്റിമീറ്റർ. അത് എത്ര മില്ലിമീറ്റർ കാണും? 1 സെന്റിമീറ്ററിൽ 10 മില്ലിമീറ്റർ എങ്കിൽ 3 plus 2 5 into 10 is equal to 1 കഴിഞ്ഞ് എത്ര സീറോ കൊടുക്കണം? 1 കഴിഞ്ഞിട്ട് 1 2 3 4 5 6 0 കൊടുക്കണം. എന്താകുന്നു? അത്രയും മില്ലിമീറ്റർ. 1 കിലോമീറ്ററിൽ എത്ര മില്ലിമീറ്റർ? അപ്പൊ നമുക്കൊന്നുകൂടെ പറയാം. 1 kilometer is equal to 1000 meter. 1000 meter ചേർന്നാൽ 1 കിലോമീറ്റർ. അതെ, 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണെങ്കിൽ എനിക്ക് മീറ്ററിന് സെന്റിമീറ്റർ ആക്കണം. ഹൗ കൻ വി കൺവേർട്ട്? 1 മീറ്റർ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 100. then multiply 1000. multiply 1000 with 100, that is 1000 into 100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 10 100 1000 10,000 lakh. ഒറ്റ 10 100 1000 10000 ലക്ഷം ലക്ഷം സെന്റിമീറ്റർ ആണ് 1 കിലോമീറ്ററിൽ. How many lakhs of centimeters are there in 1 kilometer? അല്ലെങ്കിൽ 1 lakh 2 lakh 1 billion trillion എന്നൊക്കെ ഓപ്ഷൻ തരാം. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചൂടെ? അടുത്തതിലേക്ക് മില്ലിമീറ്ററിലേക്ക് മാറ്റി. മില്ലിമീറ്റർ മാറ്റി 1 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ഉണ്ട്? 10 മില്ലിമീറ്റർ ഉണ്ട്. എങ്കിൽ ആ 1 lakhനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. there are 10 lakh millimeters are there in 1 kilometer. 1 കിലോമീറ്ററിൽ എത്ര മില്ലിമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം കാണും? 10 lakh. ഇനി അവരുടെ ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ഉറുമ്പിന് 1 millimeter ലെങ്ത് ഉണ്ടെങ്കിൽ 10 lakh ഉറുമ്പുകളുണ്ട്. there are 10 lakh ants are in queue. Each ant has 1 millimeter length. How many kilometers between from first ant to the last ant? ആദ്യത്തെ ഉറുമ്പ് മുതൽ അവസാനത്തെ ഉറുമ്പിന് ഇടയ്ക്കുള്ള ദൂരം കിലോമീറ്റർ പറയണം. ഒരു ഉറുമ്പിന്റെ കാണാൻ 1 millimeter ആണെങ്കിൽ എത്ര മില്ലിമീറ്റർ ചേരണം? 1 millimeter വെച്ചാണ് നമ്മൾ ഓരോ ഉറുമ്പിന് എടുക്കുന്നതെങ്കിൽ 10 millimeter ആകുമ്പോൾ വീണ്ടും മാറും. 1 millimeter ആകുമ്പോൾ 10 lakh millimeter. 10 lakh millimeter ആകുമ്പോൾ എന്താ തീരും? 1 kilometer ആയി മാറും. ഇനി 10 millimeter ആണെങ്കിലോ ഒരു ഉറുമ്പിന് 10 millimeter ആണ്. അപ്പൊ നമുക്കറിയാലോ 10 lakh millimeter അല്ലേ 1 kilometer. അപ്പൊ ഇതിനെ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ 10 എടുത്താൽ പോരെ. അപ്പോൾ എന്ത് ചെയ്തു? എന്തായി തീർന്നു? അത് 1 10 100 1000 10,000 lakh 1 lakh ആയി തീരും. Yes or no? Yes, that's all.